Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും ഇഫ്താറിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അല്ലേ, റവ കാച്ചിയത്. അപ്പം നമ്മളിവിടെ അതിന് തരിക്കഞ്ഞി എന്നാട്ടോ പറയാം. തരിക്കഞ്ഞിക്ക് പകരമായിട്ട് നമുക്ക് ഇഫ്താറിന് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇഫ്താറിന് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് പകരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതുവരെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പം ടേസ്റ്റിനപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം രാഗിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ രാഗിപ്പൊടി ഇല്ല മുഴുവനായിട്ടാണെങ്കിൽ അത് തലേന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം നെയ്യൊക്കെ മെൽറ്റായി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം കുറച്ച് പിസ്തയും കുറച്ച് കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ നട്ട്സൊക്കെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സെയിം നെയ്യിലേക്ക് തന്നെ 1/2 ഗ്ലാസ് സേമിയ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. സേമിയ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് സേമിയ ചേർത്ത് കൊടുത്തിട്ട് അതും അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതാ സേമിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ 1/2 ലിറ്റർ പാലും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കുക. സേമിയ എടുത്തിട്ട് അപ്പം ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തുകൊണ്ടാണ് കേട്ടോ പാല് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പം 1/2 ലിറ്റർ പാലിൻ്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ ഇപ്പോൾ 1 ലിറ്റർ പാലെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കേണ്ടി വരും. ഇനിയിപ്പം ഇതിലേക്ക് 2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് 250 ml ഗ്ലാസ്സാണ്. ഇതിന് 2 ഗ്ലാസ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് പാൽപ്പൊടിയും പിന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് രാഗി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് റെഡിയാക്കി വെക്കാം. വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാതെ രാഗിപ്പൊടി ഡയറക്റ്റ് പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ രാഗിപ്പൊടി ഇങ്ങനെ കട്ട പിടിച്ചതാവും. അപ്പം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ രാഗിപ്പൊടി ഉണ്ടായതുകൊണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം രാഗിപ്പൊടി കയ്യിലില്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള രാഗി കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ട് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു രാഗി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം സേമിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ അതാ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ജസ്റ്റ് മധുരം ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അവസാനമായിട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് വാനില എസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏതിൻ്റെ ഫ്ലേവറാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് നട്ട്സ് വറുത്തെടുത്ത് മാറ്റി വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ചേർക്കണില്ല. നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കുറച്ച്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല കേട്ടോ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒന്ന് ചൂടാറുമ്പം കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അവസാനമായിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന കുറച്ച് നട്ട്സും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം ടേസ്റ്റിനേക്കാൾ ഉപരി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഐറ്റമാണ് അല്ലേ രാഗി. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെയാണ്. ഇഫ്താറിന് മാത്രമല്ല നമുക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.